അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനി നമ്മൾ അടുത്ത പാഠത്തിലേക്ക് കിടക്കുക. അടുത്ത പാഠം എന്ന് പറഞ്ഞാൽ അടുത്ത വിഷയം, അതായത് നമ്മൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ എത്ര കഴിക്കണം എന്നതായിരുന്നു നമ്മൾ ഇതുവരെ പറഞ്ഞത്. അതിൻ്റെ തോതായിരുന്നു പറഞ്ഞത്. ഇനി സമയമാണ് പറഞ്ഞത്. ഏത് സമയത്താണ് ഭക്ഷണം കഴിക്കേണ്ടത്? നമുക്ക് കുറേ ഭക്ഷണം കഴിക്കാനുള്ള കുറേ നിർണയ സമയങ്ങളുണ്ടാവുന്നു പൊതുവിൽ. അൽ വളീഫത്തു സാനിയ ഫി വഖത്തിൽ അക്കിൽ, ഭക്ഷണത്തിൻ്റെ സമയത്തെക്കുറിച്ചാണ് അടുത്ത വിഷയം. അപ്പം എത്ര ദിവസം കഴിയുമ്പോഴാണ് ഭക്ഷണം കഴിക്കേണ്ടത്? നമ്മളിപ്പം സാധാരണ 5 നേരം അല്ലെങ്കിൽ 4-3 നേരമൊക്കെ ചുരുങ്ങിയ ഭക്ഷണം കഴിക്കുന്നവരാണ്. അപ്പം നമ്മളിപ്പോൾ ഇങ്ങനെ വിചാരിക്കുക, ഇതിലിപ്പം 3 നേരമായിരിക്കും ശരി, 3 നേരത്തിലധികം ഭക്ഷണം കഴിക്കരുതെന്നാണ് പറയാൻ പോകണമെന്ന് കാരണം. എന്നാൽ അതൊന്നും അല്ല, ഇനി കേൾക്കുക. ഭക്ഷണം കഴിക്കേണ്ട സമയം എപ്പോഴാണ്? ഉമിനൽ മുരീദീങ്ങളെ കൂട്ടത്തിലുണ്ട് മൻ റദ്ദ റിയാദത്തു, റിയാദ ഒരു മനുഷ്യനെ കൊണ്ടുപോകുന്നു, ഇലത്തൊയ്യി വയറ് ചുരുട്ടി വെക്കലിലേക്ക്, ലാ ഇലൽ മിഖ്ദാർ ഒരു പ്രത്യേക സമയത്തിലേക്കല്ലാതെ. റിയാദ ചെയ്തുകൊണ്ട് പരിശീലനത്തിലൂടെ മുരീദീങ്ങളാകുന്ന ആളുകൾ, ഷെയ്ഖ് മുരീദും ഉണ്ടല്ലോ, ത്വരീഖത്തിൻ്റെ മശായിഖന്മാർ പലരും, സൂഫിയാക്കൾ പലരും പരിശീലിച്ച് ഏതവസ്ഥയിലേക്കെത്തും? ഒന്നും കഴിക്കാതിരിക്കുക എന്ന അവസ്ഥയിലേക്കെത്തും. അതിന് നിശ്ചിത ദിവസമൊന്നും കണക്കുണ്ടാവില്ല. എത്രയും ദിവസം ഒന്നും കഴിക്കാതിരിക്കും. പള്ളനൊടുക്കുന്നോട് കയറ്റാതെക്കുക. അത് പെട്ടെന്നൊരാൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല, പരിശീലനത്തിലൂടെ നേടിയെടുക്കുന്നതാണ്. അങ്ങനത്തെ പരിശീലനങ്ങൾ ചെയ്യുന്ന സൂഫിയാക്കളുണ്ട്. ഫമിൻഹും അവരെ കൂട്ടത്തിലുണ്ട് മൻ തൊവ സലാസത്ത് അയ്യാം, 3 ദിവസം വയറ് ചുരുട്ടി വെക്കുക. തൊവ എന്ന് പറഞ്ഞാൽ വയറ് ചുരുട്ടുക എന്ന് പറഞ്ഞാൽ ഒന്നും കഴിക്കാതിരിക്കുക എന്നർത്ഥം. അതിൻ്റെ പ്രയോഗമാണ് വയറ് ചുരുട്ടുക. അപ്പം 3 ദിവസമൊക്കെ ഭക്ഷണം കഴിക്കാതിരിക്കുന്നവരുണ്ട്. വമിൻഹും മൻ സാദ ഇല 30 വൽ 40, അത് 30ലേക്കും 40ലേക്കും ഒക്കെ എത്തുന്നവരുണ്ട്. 30 ദിവസം ഒന്നും കഴിക്കാതിരിക്കുന്നവർ, 40 ദിവസമൊക്കെ ഒന്നും കഴിക്കാതിരിക്കുന്നവർ. സൂഫിയാക്കളിൽ പിന്നെ മുരീദീങ്ങളിൽ ഇത്തരം ആളുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് നമുക്കത് അത്ഭുതപ്പെടും? എങ്ങനെയപ്പോൾ ഒക്കെ നമുക്കത് കഴിയൂല, ഉറപ്പ് തന്നെയാണ്. 5 നേരം ഭക്ഷണം കഴിക്കണ കൊറ്റടിക്ക് ഒരാഴ്ച ഭക്ഷണം കഴിക്കാൻ കഴിയും. കുറച്ച് കൊണ്ടുവരണം. പരിശീലനത്തിലൂടെ മാത്രം നേടിയെടുക്കണം. അങ്ങനെയുള്ളവർ അള്ളാഹുവിൻ്റെ ഏറ്റവും അടുത്ത ദാസന്മാരായിരിക്കും. അവർക്ക് വിശപ്പ് എന്ന് പറഞ്ഞാൽ അതൊക്കെ അള്ളാഹുടെ തീർത്തു കൊടുക്കല. അതതിൻ്റെ രീതി. നമ്മൾ ഈ പിന്നെ ദൃഷ്ടിഗോചരമാകുന്ന ഭക്ഷണം അവർക്ക് തീരെ വേണ്ടി വരില്ല എന്നർത്ഥം. ഭക്ഷണം കഴിച്ചതിൻ്റെ ഗുണം കിട്ടിയാൽ പോരാ. ഭക്ഷണം കഴിക്കണം എന്തിനാണ്? നമ്മുടെ ശരീരത്തിന് പോഷകം ഉണ്ടാകാൻ, ജീവൻ നിലക്കാനും ഒക്കെ അല്ലേ. അതങ്ങനെയൊന്നും ഇല്ലാതെ അള്ളാഹു തആലയോട് കൊടുത്താൽ പോരെ. അത്ര ഇതിന് ആവശ്യമുള്ളൂ. അതതിൻ്റെ വിഷയം. അപ്പം 30-40 ദിവസമൊക്കെ ഭക്ഷണം കഴിക്കാതിരിക്കുന്നവരുണ്ട്. വന്തഹ ഇലൈഹി ജംഉൻ കസീറുൻ, കുറേ ആളുകൾ ആ ഒരവസ്ഥയിലേക്ക് എത്തിയവരുണ്ട്. മിൻഹും അതിൽപ്പെട്ടവരാണ് സുലൈമാനുൽ ഖവ്വാസ് റളിയല്ലാഹു അൻഹു, സഹ്ൽ ഇബ്നു അബ്ദുല്ലാഹി, ഇബ്രാഹിം അൽ ഖവ്വാസ് റളിയല്ലാഹു അൻഹും അജ്മഈൻ. ഇത്തരം ലോകത്തെ പ്രമുഖരായ ഇത്തരം സൂഫിയാക്കളൊക്കെ അങ്ങനത്തെ ആളുകളാണ്. അവർ മാസങ്ങളോടൊന്നും കഴിക്കാതിരിക്കും. അപ്പം ഭക്ഷണം കഴിക്കുന്നതിൻ്റെ തോത്, അതിൻ്റെ സമയം, തോതിനെ പറ്റി നേരത്തെ പറഞ്ഞതിൻ്റെ സമയം നിശ്ചിത സമയമെന്നില്ല. എത്രയോ ദിവസമൊന്നും കഴിക്കാതിരിക്കുന്നവർ. ഈ ഒരു സംഭവം നോക്കൂ. റുബിയ അന്ന ബഅദുൽ ഉലമായി സൂഫിയ, ചില സൂഫി ഉലമാക്കൾ ഒരു പുരോഹിതനോട് പറഞ്ഞു, ഒരു ക്രിസ്ത്യൻ പുരോഹിതൻ. റാഹിബ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പള്ളിയിലച്ചന്മാരും മറ്റൊക്കെ ഉണ്ടല്ലോ, മത പുരോഹിതൻ, പൗരോഹിത്യത്തിൻ്റെ ആളുകൾ എന്നർത്ഥം. ഒരു ക്രിസ്ത്യാനിയായ പുരോഹിതനോട് ചില സൂഫിയാക്കൾ പോയി പറഞ്ഞു, മൻ തവ 40 യൗമൻ അനി ത്വാമി, 40 ദിവസം ഒരാൾ ഭക്ഷണം കഴിക്കാതിരുന്നാൽ ലഹറത്ത് ലഹു ഖിൻവത്തും മിനൽ മലക്കൂത്ത്, അവന് അള്ളാഹുവിൻ്റെ മലക്കൂത്തിൽ നിന്നുള്ള ഒരു വെളിച്ചം അവന് വരും. അഥവാ ഐക്കൂഷിഫ ബിബാദിൽ അസ്റാരിൽ ഇലാഹിയായ അള്ളാഹുവിൻ്റെ ദിവ്യമായിട്ടുള്ള ചില രഹസ്യങ്ങൾ അവന് വെളിവാക്കപ്പെടും എന്നർത്ഥം. അതാണ് മലക്കൂത്തിൻ്റെ ഖിൻവത്ത് എന്ന് പറഞ്ഞത്. അവൻ മലക്കൂത്തിലേക്ക് അവന് കാണാൻ പറ്റും. 40 ദിവസം ഭക്ഷണം കഴിക്കാതിരുന്നവന് അള്ളാഹുവിൻ്റെ മലക്കൂത്ത് കാണാൻ പറ്റും എന്ന് പറഞ്ഞു. ഇപ്പം നമ്മൾ ഇരുന്ന ഇരിപ്പിന് 7 ആകാശം കണ്ടോവർ ഏറും മലക്കൂത്തിൽ ലാജാളി എന്നോവർ എന്നൊക്കെ മൊയ്തീമാലയിലൊക്കെ പറഞ്ഞല്ലോ. ഇവിടെ അങ്ങനെ ഇരുന്നിട്ട് 7 ആകാശത്തിനപ്പുറത്തേക്ക് നോക്കുക. എൻ്റെ കണ്ണ് എപ്പോഴും ലൗഹിൽ അതെന്നോവർ എന്ന് കാണാം മൊയ്തീമാലയിൽ. എൻ്റെ കണ്ണ് എപ്പോഴും ലൗഹുൽ മഹ്ഫൂദിലാണ്. നമ്മളിവിടെ ഇരുത്തരുന്ന് മാപ്പിട്ട് ഇങ്ങനെയാണ് നോക്കിയാൽ അതിൽ ലൗഹുൽ മഹ്ഫൂദുകൾ കാണും, മറഞ്ഞ കാര്യങ്ങൾ അറിയും. ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇതെങ്ങനെ മനസ്സിൻ്റെ വിശുദ്ധിയിലൂടെ ഉണ്ടാക്കിയെടുക്കുന്ന സംഗതികളാണ് അതൊക്കെ. അപ്പം സൂഫിയാക്കൾ ഈ പുരോഹിതനോട് പറയുന്നത് എന്താണ്? 40 ദിവസം ഭക്ഷണം കഴിക്കാതിരുന്നാൽ മലക്കൂത്തിലെ രഹസ്യങ്ങൾ ഒരാൾക്ക് അറിയാൻ പറ്റും എന്ന് പറഞ്ഞു.
വഖദ് വഖഫ ബഅദു ഹാദി ത്വായിഫത്തി അല റാഹിബിൻ. അങ്ങനെ ഈ റാഹിബിൻ്റെ അടുക്കൽ ഒരു സംഘം ആളുകൾ നിന്നു, ഈ പുരോഹിതൻ്റെ അടുക്കൽ. ഫദാക്കറഹു ബിഹാരിഹി, അദ്ദേഹത്തിൻ്റെ അവസ്ഥയെക്കുറിച്ചൊക്കെ പരസ്പരം സംസാരിച്ചു. വത്തമാ ഫി ഇസ്ലാമി, അയാൾ മുസ്ലിമാകണമെന്ന് ആഗ്രഹിച്ചു. ഈ ക്രിസ്ത്യൻ പുരോഹിതനൊന്നും മുസ്ലിം ആവേണ്ടിയിരുന്നുവെന്ന് ഈ സൂഫിയാക്കൾ ആഗ്രഹിച്ചു. അയാളെ കൂടെ അങ്ങനെ നിൽക്കുകയാണ് ഈ സൂഫിയാക്കൾ. അപ്പോൾ ഈ പുരോഹിതൻ ചോദിക്കുകയാണ്, ഫഖാദലഹു റാഹിബു, ഈ പുരോഹിതൻ ചോദിച്ചു, ഇന്നൽ മസീഹ കാന യത്വി 40 യൗമൻ വ ഇന്നഹാ മുഅ്ജിസത്തുൻ ലാ തകൂനു ഇല്ലാ ലിനബിയ്യിൻ സാദിഖ്. മസീഹ് അഥവാ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ക്രിസ്ത്യാനികൾ പറയുന്ന മിശിഹ, അതാണ് മസീഹ് അഥവാ ഈസാ നബി, യേശു. മിശിഹ കാന യത്വി 40 യൗമൻ, 40 ദിവസം വയറ് ചുരുട്ടാറുണ്ടായിരുന്നു. എന്നാൽ 40 ദിവസം ഭക്ഷണം കഴിക്കാതിരിക്കാറുണ്ട് ഈസാ നബി. എന്നർത്ഥം അവരെ ഭാഷ പറഞ്ഞാൽ യേശു. അപ്പോൾ ഈ പുരോഹിതൻ അവരോട് പറയാണ്, യേശു 40 ദിവസം ഭക്ഷണം കഴിക്കാതിരിക്കലുണ്ട്. അത് ഇന്നഹ മുഅ്ജിസത്തുൻ, അതൊരു മുഅ്ജിസത്താണ്. അത് അമ്പിയാക്കൾക്കുണ്ടാകുന്ന അത്ഭുതങ്ങളാണ്. ലാ തകൂനു ഇല്ലാ ലിനബിയ്യിൻ സാദിഖിൻ, അതൊരു സ്വാദിഖായ നബിക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. നബി അല്ലാത്ത ആർക്കും ഇതിന് കഴിയില്ല. അപ്പോൾ ഈ സൂഫിയാക്കൾ ഇദ്ദേഹത്തോട് പറഞ്ഞാൽ എന്താ വെച്ചാൽ 40 ദിവസമൊക്കെ ഭക്ഷണം കഴിക്കാതിരുന്നാൽ ഇലാഹിയായ വെളിച്ചം അവന് നേരെ കിട്ടുമെന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ അത് ഈ പുരോഹിതന് ഒരിക്കലും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല, അങ്ങനെ സംഭവിക്കില്ല. കാരണം മാക്സിമം ദിവസം ഭക്ഷണം കഴിക്കാതിരിക്കാൻ പറ്റുന്നത് യേശുവിന് മാത്രമാണ്. യേശു 40 ദിവസം ഭക്ഷണം കഴിക്കാതിരുന്നിട്ടുണ്ട്, അതിൻ്റെ അപ്പുറത്തേക്ക് ആർക്കും കഴിയില്ല. എന്നോട് വെറുതെ എന്ത് ചെയ്യണ്ട, വിടണ്ട, തള്ളണ്ട എന്നൊക്കെ അർത്ഥം നമ്മളെ പുതിയ ഭാഷ പറഞ്ഞാൽ. അപ്പോൾ സൂഫി പറഞ്ഞു, ഫഖാദലഹു സൂഫി മൂപ്പരോട് പറഞ്ഞു, ഫഇൻ തവൈതു 50 യൗമൻ, ഞാൻ 50 ദിവസം ഭക്ഷണം കഴിക്കാതിരുന്നാൽ, തത്റുക്കുമ അൻത അലൈഹി, നീ ഇപ്പോൾ നിലകൊള്ളുന്ന ദീൻ നീ ഒഴിവാക്കുമോ? വതദ്ഖുലു ഫി ദീനിൽ ഇസ്ലാം, നീ ഇസ്ലാം ദീൻ പ്രവേശിക്കുമോ എന്ന് ചോദിച്ചു. ഈ സൂഫി നേരെ ചോദിക്കുകയാണ്, ഈസാ നബിക്ക് 40 ദിവസം ഉണ്ടായിട്ടുന്ന 40 ദിവസത്തിലപ്പുറം ആർക്കും നിൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ, എന്നാൽ ഞാൻ 50 ദിവസം ഭക്ഷണം കഴിക്കാമെന്ന് കാണിച്ചു തരാം, നിങ്ങൾ ഇസ്ലാമിലേക്ക് വരുമോ ചോദിച്ചു. നിങ്ങളിപ്പോൾ നിൽക്കുന്ന ആദർശം ആശയം ഒഴിവാക്കിയിട്ട് ഇസ്ലാമിലേക്ക് വരുമോയെന്ന് ചോദിച്ചു. കാലനാണ് അദ്ദേഹം ആന്ന് പറഞ്ഞു. കാരണം മൂപ്പര് ഒരിക്കലും ഇത് കഴിയില്ല എന്നുള്ള വിശ്വാസക്കാരനാണ്. ആ മൂപ്പർക്ക് ഇസ്ലാമിലേക്ക് വരേണ്ടി വരില്ലല്ലോ, കാരണം ഇതൊരിക്കലും സാധിക്കില്ല എന്ന് മൂപ്പർക്ക് ഉറപ്പാണ്. എന്ത് ചെയ്ത് റഫഖാദ, ഈ സൂഫി അവിടെ ഇരുന്ന് മൂപ്പരെടുത്ത്, ലാ യബ്റഹു ഇല്ലാ ഹൈസു യറാഹു, സൂഫി കാണുന്നിടത്ത് മാത്രം നിന്നു. സൂഫിൻ്റെ മുന്നിലായിട്ട് കുത്തുന്നു. സൂഫി ഒടുക്കി കഴിഞ്ഞാലും മൂപ്പര് അങ്ങോട്ട് ചേരും. അല്ലെങ്കിൽ എന്താ വെച്ചാൽ പിന്നെ എന്ത് പറയും, ഞാനാ പോയ സമയത്ത് ഈ ഭക്ഷണം കഴിച്ചു അറിയില്ലേ. അപ്പോൾ ഏത് സമയത്തും സൂഫിക്ക് കാണാൻ പറ്റുന്ന, അല്ല ഈ റാഹിബിന്, ഈ പുരോഹിതനെ കാണാൻ പറ്റുന്ന രീതിയിൽ തന്നെ ഈ സൂഫി അവിടെ നിന്നു. ഹത്താ തവാ 50 ദിവസമായി. അങ്ങനെ ഒന്നും കഴിക്കാതെ 50 ദിവസമായി. ഫഖാല, 50 ദിവസമായപ്പോൾ എന്തെങ്കിലും നാരങ്ങാനീര് തരി, എൻ്റെ നിരാഹാരം അവസാനിപ്പിക്കട്ടെ എന്ന് പറഞ്ഞല്ല. 50 ദിവസമായപ്പോൾ മൂപ്പരെന്ത് പറഞ്ഞു അറിയോ, അസീദുക്ക ഇലാ തമാമി സിത്തീൻ, ഞാൻ 60 പൂർത്തിയാക്കി തരാമെന്ന് പറഞ്ഞു. ഇനി 10 ദിവസം കൂടെയൊക്കെ പോകുന്നു. 50 ദിവസം ഒന്നും കഴിക്കാവുന്ന ആൾ പറയാണ്. ഒരു വഫാലാവും ചെയ്തു. 60 ദിവസം തിന്നാന്ന്, ഒരു ഭക്ഷണം കഴിക്കാതെ 60 ദിവസം അവിടെ നിന്ന്. ഫതഅജ്ജബ റാഹിബു, ആ റാഹിബ് അത്ഭുതപരതന്ത്രനായി, ആകെ അന്തം വിട്ടിങ്ങനെ നോക്കുകയാണ്. വഖാൽ, അദ്ദേഹം പറഞ്ഞു, മാ വനന്തു അന്ന അഹദൻ യസീദു അലൽ മസീഹ്, മിശിഹയേക്കാൾ, യേശുവിനേക്കാൾ കൂടുതൽ ഈ ദിവസം ഇങ്ങനെ പൂർത്തീകരിക്കാൻ ഒരാൾക്ക് സാധിക്കുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. വക്കാന ദാലിക സബബ ഇസ്ലാമിഹി, അദ്ദേഹം മുസ്ലിം ആവുള്ള കാരണമായിരുന്നു അത്. കാരണം അദ്ദേഹത്തിന് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയുന്നില്ല മിശിഹായേക്കാളും കൂടുതൽ ദിവസം ഒരാൾക്ക് ഭക്ഷണം കഴിക്കാതിരിക്കാൻ പറ്റും എന്ന്. അത് സാധ്യമാകുന്നവരായിരുന്നു ഇത്തരം സൂഫിയാക്കളൊക്കെ. പക്ഷേ ഈ ദർജ, ഇത് എനിക്കും നിങ്ങൾക്കും സാധ്യമാകുന്ന ദർജ അല്ല. വഹാദിഹി ദറജത്തുൻ അളീമത്തുൻ, ഇതൊരു വലിയ പദവിയാണ്. ലാ യബ്ലുഗുഹാ ഇല്ലാ മുകാശഫുൻ മഹ്മൂൽ, ഇത് ഈ സ്ഥാനത്തേക്ക് എത്തുകയില്ല ഇല്ലാ മുകാശഫുൻ, കശ്ഫ് ചെയ്യപ്പെട്ട ആളല്ലാതെ, മഹ്മൂലായ, പ്രത്യേകമായിട്ട് ഇതിലൂടെ ചുമന്ന് നടക്കപ്പെടുന്ന ആൾ എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല ഓനങ്ങനെ കൊണ്ടുനടക്കുകയാണ്. അങ്ങനത്തെ ഒരാൾ, മുകാശഫായ ആൾ, എല്ലാ കശ്ഫും ഉണ്ടാവും, എല്ലാ സംഗതിയും അങ്ങനെ മനസ്സിലിങ്ങോട്ട് തെളിഞ്ഞു വരും. കണ്ണാടി പോലെ, മനസ്സ് എന്ന് പറഞ്ഞാൽ ഒരു കണ്ണാടിയാണല്ലോ. ഒരാളെ മുന്നിലിങ്ങനായിട്ട് നിന്നാലും ഓൻ്റെ മനസ്സുകളിലൊക്കെ അയാളെ മനസ്സിലോട്ട് തെളിയും. അതാണ് കശ്ഫുള്ള ആൾ, അള്ളാഹുവിൻ്റെ മുക്കാശഫയുള്ളയാൾ. അത്ര ആളുകൾക്ക് സാധ്യമുള്ളൂ. ശഗല ബി മുശാഹദത്തി മാ ഖതഅഹു അൻ തബഇഹി വ ആദതിഹി, ശഗല, അവൻ ശുഗലായിരിക്കുന്നു. മുശാഹദത്തി മാ ഖതഅഹു അൻ തബഇഹി വ ആദതിഹി, അവൻ്റെ സാധാ പ്രകൃതിയെ തൊട്ട് മുറിക്കപ്പെട്ട ഒന്നിനെ കാണൽ കൊണ്ട്. നമ്മുടെ സാധാ പ്രകൃതിയിൽ നിന്ന് നമ്മളെ മുറിക്കപ്പെട്ടതാണ് അള്ളാഹു അവൻ്റെ ആലാഹുകൾ, അവൻ്റെ മലക്കൂത്ത്, ജബറൂത്തൊക്കെ നമ്മൾ കാണാത്ത സാധനങ്ങളാണ്. പക്ഷെ ഓനെപ്പോഴും കണ്ടുകൊടുക്കുന്ന ആളാണ്.
ഓൻ ഇവിടുന്ന് ഇങ്ങനെ നോക്കിയാൽ അള്ളാഹിൻ്റെ മലക്കൂത്ത് അർശ് കാണും, മലക്കൂത്ത് കാണും, അള്ളാഹുവിൻ്റെ ജബറൂത്ത് കാണും, അവൻ്റെ അധികാര കേന്ദ്രങ്ങൾ കാണും, ലൗഹ് കാണും, കലമ്പ് കാണും. അങ്ങനത്തെ ആൾക്കാർക്കുള്ളതാണ്, ഓർക്ക് ഇതൊക്കെ സാധിക്കും. അപ്പം അങ്ങനത്തെ ആൾക്കാർക്കാണ് ഇതുണ്ടാകുക. വസ്തൂഫ നഫ്സഹു ഫി ലദ്ദത്തിഹി, അതിൻ്റെ രസത്തിൽ അവൻ നഫ്സിനെ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അൻസാഹു ജുഅഹു വഹാജത്തഹു, അവൻ്റെ വിശപ്പും മറ്റാവശ്യങ്ങളെയും എല്ലാം അത് മറപ്പിച്ച് കളയും. ഒന്നും ഉണ്ടാവില്ല. വിശക്കണ കാര്യം ഓർമ്മ ഉണ്ട്. ഇപ്പം നമ്മൾക്കിപ്പോൾ ചെറിയ അവസ്ഥ നമ്മൾ ആലോചിച്ച് നോക്കുക. നമുക്കൊക്കെ വലിയ താല്പര്യമുള്ള കാര്യങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കാതെ വൈകുന്നേരം അവൾ നിൽക്കും. റമദാൻ മാസം മുമ്പ് വെക്കണ മാതിരിയല്ല. ഇപ്പം വലിയ കളിപ്പിരാന്തന്മാരുണ്ടാവും. ഓലിപ്പോൾ രാവിലെ അങ്ങോട്ട് കുത്തിർന്നാൽ വൈകുന്നേരം അവളും കളി ഉണ്ടെങ്കിൽ ഫുള്ള് കണ്ടുക്കും, ഒരു മുറുക്ക് വെള്ളം കുടിക്കാതെ. സംഗതിക്ക് വിശപ്പും താഹൂല. അത് അറിയുന്നില്ല. കാരണം അതിനേക്കാളും താല്പര്യമുള്ള ഒന്നിൽ ഷോലായിരിക്കുകയാണ്. ഇതുപോലെ ഇപ്പം ഒരു ഇലക്ഷൻ വോട്ടെണ്ണലൊക്കെ സങ്കല്പിക്കുക. അതിനോട് താല്പര്യമുള്ള രാഷ്ട്രീയക്കാരുണ്ടാവുമല്ലോ. രാവിലെയൊക്കെ കൗണ്ടിങ് സ്റ്റേഷൻക്കാട് കയറിയാൽ വൈകുന്നേരം അവൾ കൗണ്ടിങ് സ്റ്റേഷനിലേക്ക് കയറാം. ഒന്നും കഴിച്ചില്ലെങ്കിലും അറിയില്ല. കാരണം താല്പര്യമാണ് ആ സംഭവം. അപ്പോൾ ഒരു വിഷയത്തിൽ നമുക്ക് അത്രത്തോളം താല്പര്യവും നമ്മുടെ ലദ്ദത്തുമുണ്ടെങ്കിൽ മറ്റു കാര്യങ്ങൾ നമ്മൾ മറന്നു പോകുന്നുള്ള സ്വാഭാവിക സംഗതിയാണ്. അപ്പോൾ ഇവിടെ നടക്കുന്ന എന്താണ്? അള്ളാഹുവിൽ ലയിച്ചുകൊണ്ട് ഇവരിന്ന് അള്ളാഹുവിൻ്റെ അടുക്കലുള്ള മലക്കൂത്ത് ജബറൂത്ത്, അള്ളാഹുവിൻ്റെ അധികാര കേന്ദ്രങ്ങൾ, അവൻ്റെ 7 ആകാശങ്ങൾ, അവൻ്റെ അർശ്, കുർസി, ഖലം, ലൗഹുൽ മഹ്ഫൂദ് അങ്ങനെ കാണുകയാണ്. അതിൻ്റെ ആനന്ദത്തിൽ, അതിൻ്റെ രസത്തിൽ അങ്ങനെ ജീവിച്ചു പോവുകയാണ്. വേറൊന്നും അറിയണില്ല. അതാണ് ഇത്ര ആളുകളുടെ അവസ്ഥ. പക്ഷെ ഇത് സാധ്യമാണ് മനുഷ്യന് എന്നർത്ഥം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയം. അപ്പോൾ ഓന് ഫയതീഹിൽ ഖൂത്തുർ റൂഹാനിയു മിൻ ആലമിൽ ഗൈബ്, ആലമുൽ ഗൈബിൽ നിന്ന്, അദൃശ്യലോകത്ത് നിന്ന് അവന് റൂഹാനിയായ ഭക്ഷണം കിട്ടിക്കൊണ്ടിരിക്കും. അത് നമ്മുടെ ദൃഷ്ടിഗോചരമല്ല, കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നതല്ല. റൂഹാനിയായ ഭക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് എന്ത് കിട്ടുന്നുവോ അത് അള്ളാഹു തആല ആത്മീയമായി കൊടുത്തുകൊണ്ടിരിക്കും. പിന്നെ ഭക്ഷണം കഴിക്കുക എന്നുള്ളതിൻ്റെ ആവശ്യമല്ല, അതിന് സമയം കളയേണ്ട ആവശ്യമില്ലല്ലോ, നേരെ അവനത് കിട്ടുന്നു. യഥാർത്ഥത്തിൽ ഇലൈഹിൽ ഇശാറത്തു ബി ഖൗലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ അവസ്ഥയിലേക്കാണ് സൂചിപ്പിക്കുന്നത്. വ അന അബീതു ഇൻദ റബ്ബി യുത്ഇമുനി വയസ്ഖീനി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറഞ്ഞു. വ അന അബീതു ഇൻദ റബ്ബി, ഞാൻ എൻ്റെ റബ്ബിൻ്റെ അടുക്കൽ രാപ്പാർക്കും, അങ്ങനെ റബ്ബിൻ്റെ സമീപത്ത് ഞാൻ കടന്നുറങ്ങും. യുത്ഇമുനി വയസ്ഖീനി, ആ റബ്ബെന്നെ ഭക്ഷിപ്പിക്കുന്നു, കുടിപ്പിക്കുന്നു. നബി തങ്ങൾ രാത്രി ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല. രാത്രി എന്ന് മാത്രമല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വീട്ടിൽ ഒരു മാസമൊക്കെ അടുപ്പിൽ കത്തിക്കാത്ത മാസങ്ങളുണ്ട് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞ ഹദീസിൽ കാണാം. അപ്പോൾ അത്രയും ദിവസമൊക്കെ ഒരു ഭക്ഷണവും പാചകം ചെയ്യാതെ നിൽക്കുന്നുണ്ട്. നബി തങ്ങൾ പറയണം, ഞാൻ അങ്ങനെയൊക്കെ അന്തി ഉറങ്ങും, പക്ഷേ എന്നെ എൻ്റെ റബ്ബ് ഭക്ഷിപ്പിക്കുന്നുണ്ട്, കുടിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ചോറ് വാരിത്തരാ, വെള്ളം അങ്ങനെ വെള്ളമൊക്കെ വാർന്നു തരാ എന്നല്ല എൻ്റെ അർത്ഥം. ആ ഭക്ഷണവും വെള്ളവും കുടിച്ചൊരവസ്ഥയിൽ എൻ്റെ ശരീരത്തിന് അല്ലാഹു തആല ആക്കി തീർക്കുന്നുണ്ട് എന്നർത്ഥം. അപ്പം ഇങ്ങനെയൊക്കെയുണ്ട്, ഈ നിലക്കൊക്കെ ജീവിക്കുന്ന ആളുകളുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം ഇതൊരു രീതിയാണ്. അപ്പം ഭക്ഷണം കഴിക്കുന്ന സമയത്തിൻ്റെ കാര്യത്തിൽ എത്രയോ ദിവസം കഴിക്കാതിരിക്കുക എന്നാണ് ഇപ്പോൾ ഒരു ദർജ. നമുക്ക് കഴിയുന്ന ദർജല്ല. അടുത്ത ദർജ വെക്കുക, ദർജത്തു സാനിയ അയ്യത്തുവിയ യൗമൈനി ഇലാ സലാത്തിൻ, 2 മുതൽ 3 വരെ ദിവസം ഭക്ഷണം കഴിക്കാതിരിക്കുക. ഉദാരിക്ക മുഴത്തതിന് സാധാരണഗതിയിൽ സാധിക്കുന്നതാണ്, സാധാരണക്കാർക്ക് കഴിയും. 2 ദിവസം ഭക്ഷണം കഴിക്കണ്ടാക്കുക, 3-ാം ദിവസം കഴിക്കുക. ഭക്ഷണം പരമാവധി കുറച്ച് അതിനനുസരിച്ച് കൽബ് നന്നാവും എന്നുള്ളതാണ്. മനുഷ്യൻ നന്നാവും. തിന്നുന്നതിനനുസരിച്ച് എന്തെങ്കിലും നമ്മുടെ ആത്മീയമായി നമ്മൾ നശിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ 2-3 ദിവസമൊക്കെ ഭക്ഷണം കഴിക്കാതിരിക്കുക എന്നുള്ളതാണ്. 3-ാമത്തെ ഒരു ദർജ നമ്മൾക്ക് അത് ചെയ്താൽ മതിയാവും. ചിലപ്പോൾ നമുക്ക് ആവും കഴിയൂല. അൽ ഇഖ്തിസാറു ഫിൽ യൗമി വൽ ലൈലത്തി അലാ ഉക്ലത്തിൻ വാഹിദ, ഒരു രാപ്പകലിൽ ഒരു ഭക്ഷണത്തിൻ്റെ മേൽ ചുരുക്കുക. വഹാദാ ഹുവൽ അഖൽ, ഇതാണ് ഏറ്റവും കുറഞ്ഞത്. ഒറ്റ ദിവസം ഭക്ഷണം കഴിക്കാതിരിക്കണ്ട, ഒരു ദിവസം ഒറ്റ ഭക്ഷണം. നമ്മൾ ഈ 3 നേരം ഭക്ഷണം 4 നേരം ഭക്ഷണമൊക്കെ കഴിക്കാൻ തുടങ്ങിയത് കൊണ്ടാണ് നമ്മളൊക്കെ വലിയ രോഗികളായി മാറിയതൊരു വസ്തുതയുണ്ട്. ഒരു ദിവസം ഒരു ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഈ ആയുർവേദത്തിലൊക്കെ അങ്ങനെ ഒരു വർത്തമാനം തന്നെ ഉണ്ട്. ഒരു നേരം ഭക്ഷണം കഴിക്കുന്നവനാണ് യോഗി എന്ന് പറയാം. 2 നേരം ഭക്ഷണം കഴിക്കുന്നവൻ ഭോഗി, 3 നേരം ഭക്ഷണം കഴിക്കുന്നവന് രോഗി എന്നൊരു ക്യാപ്ഷൻ ഉണ്ട് നമ്മളെ ഈ ആയുർവേദത്തിലൊക്കെ. അപ്പോൾ 3 നേരം ഭക്ഷണം കഴിക്കുന്ന ആൾ രോഗിയായി മാറി എന്നുള്ളതാണ്. 2 നേരം ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ആഡംബരമാണെന്നാണ് പറയുന്നത്. 1 നേരം ഭക്ഷണം കഴിക്കുന്നവനാണ് യോഗിവര്യനായ ആൾ. അപ്പം ഒരു ദിവസം 1 നേരം ഭക്ഷണം കഴിക്കുക. അതാണ് വഖദ് റവ അബൂ സഈദ് ഖുദരി റളിയല്ലാഹു അൻഹു അന്നഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു കാന ഇദാ തഖദ്ദ ലം യതഅശ വ ഇദാ തഅശ ലം യതഖദ്ദ.
നിബിധങ്ങൾ രാവിലെ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ലമത്തെ ആശ, പിന്നെ വൈകുന്നേരം ഭക്ഷണം കഴിക്കൂല. വൈകുന്നേരം ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ പിന്നെ ലമത്തെ കദ്ദ, രാവിലെ ഭക്ഷണം കഴിക്കൂല. രാവിലെയും വൈകുന്നേരം പാടില്ല നിബിധങ്ങൾ ഭക്ഷണം കഴിക്കൂല. അറബികൾക്ക് 2 ഭക്ഷണമുള്ള കഥാവും മിഷാവും, ഒന്ന് രാവിലെയും ഒന്ന് പ്രഭാത ഭക്ഷണവും ഒന്ന് പ്രദോഷ ഭക്ഷണവും. അതിൽ രാവിലത്തെ ഭക്ഷണം കഴിച്ചാൽ പിന്നെ ഒന്ന് വൈകുന്നേരമല്ല, വൈകുന്നേരം കഴിച്ചാൽ പിന്നെ രാവിലെയല്ല. ഇതായിരുന്നു നിബിധങ്ങളുടെ രീതി. ഒരു നേരെ ഭക്ഷണം കഴിക്കുള്ളൂ അർത്ഥം. വഖാല അലൈഹി സ്വലാത്തു വസ്സലാം ലി ആയിഷത്ത്, ആയിഷ ബീവിയുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇയ്യാക വൽ ഇസ്രാഫ്, നീ ഇസ്രാഫിനെ സൂക്ഷിക്കണം, ദുർവ്യയം ചെയ്യലിനെ സൂക്ഷിക്കണം. ഫഇന്ന അക്ലത്തൈനി ഫീ യൗമിൻ മിനൽ ഇസ്രാഫ്, ഫഇന്ന ഉക്ലത്തൈനി ഫീ യൗമിൻ മിനൽ ഇസ്രാഫ്, ഒരു ദിവസം 2 ഭക്ഷണം കഴിക്കൽ ഇസ്രാഫിൽപ്പെട്ടതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയുന്നുണ്ട്. ഒരു ദിവസം 2 ഭക്ഷണം കഴിക്കാതിരിക്കുക, ഒരു ദിവസം 2 ഭക്ഷണം കഴിക്കാതെ ഇസ്രാഫായി പോയി എന്നർത്ഥം. അപ്പോൾ അതിനൊന്ന് സൂക്ഷിക്കണം. അപ്പോൾ എന്താ നമ്മൾ മനസ്സിലാവേണ്ടത്? ഒരു ഭക്ഷണം കഴിക്കുക, ഇതാണ് ഏറ്റവും കുറഞ്ഞ പിന്നെ തോത്. നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ പിന്നീട് പറയേണ്ടത്, ഇപ്പോൾ ഇത് മനസ്സിലാക്കുക. അപ്പോൾ ഇങ്ങനെ 3 ദർജയിൽ ഏറ്റവും ചുരുങ്ങിയത് ഈ ലാസ്റ്റ് പറഞ്ഞ ദർജയെങ്കിലും പുലർത്താൻ നോക്കുക എന്നർത്ഥം. ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.